പെരുവണ്ണാമൂഴി അനുഗ്രഹീതമാണ്. ദൈവത്തിൻ്റെ സ്വന്തം മാധ്യമ ശുശ്രൂഷയായ ശാലോമിനെ നട്ടുവളർത്തിയത് ഈ മണ്ണിലാണ്. മാധ്യമ പ്രവർത്തനത്തിലൂടെ ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കാൻ സ്വർഗം അഭിഷേകം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടം. ഇന്ന് ശാലോം അണിഞ്ഞൊരുങ്ങി സജ്ജമായിരിക്കുകയാണ് ഒരു പ്രാർത്ഥനാ യുദ്ധത്തിനു വേണ്ടി. സഭയ്ക്കും ലോകത്തിനും കർത്താവിൻ്റെ മഹത്വവും പുതുചൈതന്യത്തിനും വേണ്ടി ഉയർന്നുവന്ന റോസറി വാർ എന്ന ആത്മീയ പോരാട്ടത്തിന്റെ സമാപനം ആഘോഷിക്കാൻ വേണ്ടിയാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു റോസറി വാർ എന്ന ആത്മീയ പോരാട്ടത്തിനായി ശാലോമിലൂടെ കർത്താവ് ആഹ്വാനം ചെയ്തത്. ഏകദേശം 10 ലക്ഷം ജപമാലകളായിരുന്നു ശാലോം പ്രഖ്യാപിച്ചപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ സ്വർഗം ഇടപെട്ടത് ഇങ്ങനെയായിരുന്നു. ജപമാലകൾ ചൊല്ലുമെന്ന വാഗ്ദാനവുമായി അനേകം ഫോൺ കോളുകളുടെ പ്രവാഹമായിരുന്നു. ഓരോ ദിവസവും റോസറി വാറിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണവും പ്രാർത്ഥനകളും കൂടിക്കൊണ്ടേയിരുന്നു. ആയിരങ്ങൾ പതിനായിരങ്ങളായി. വിശ്വാസ സമൂഹത്തിന്റെ അതിശക്തമായ ദൈവിക ഐക്യത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. ഒപ്പം ജപമാല സമർപ്പണവും. പ്രതീക്ഷിച്ചിരുന്ന 10 ലക്ഷം ജപമാലകളെന്ന കണക്കിനെയൊക്കെ മറികടന്നെന്നറിയുന്നതുപോലും പിന്നീട് കണക്ക് ശ്രദ്ധിച്ചപ്പോഴാണ്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ശാലോം പ്രേക്ഷകരുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ബാഹുല്യം ഇതിലൂടെ വെളിപ്പെടുകയായിരുന്നു. സഭാതനയർ, സന്യാസ സമൂഹങ്ങൾ, വൈദികർ, സന്യാസിനികൾ, യുവതീ യുവാക്കൾ, കുട്ടികൾ പോലും ഈ റോസറി വാറിൽ പങ്കാളികളായത് കർത്താവിന്റെ ഈ പ്രാർത്ഥനാ യുദ്ധത്തിന് ഉന്മേഷമായി. 73,218,018 ജപമാലകളിലൂടെ കർത്താവിന്റെ മഹത്വത്തിന്റെ കാഹളധ്വനി ലോകം മുഴുവൻ പ്രതിധ്വനിച്ചു. റോസറി വാർ. ആഘോഷമായ ജപമാല റാലിയും ദിവ്യകാരുണ്യ ആരാധനയും പ്രഭാഷണങ്ങളും ഉൾപ്പെടുന്ന റോസറി വാറിന്റെ പ്രത്യേക ചടങ്ങിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിന്റെ മഹാദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസം മുഴുവൻ ഒക്ടോബർ 1 മുതൽ ഇന്ന് വരെയും ജപമാല അർപ്പിച്ച റോസറി വാർ എന്ന പേരിൽ വലിയൊരു ആത്മീയ പോരാട്ടത്തിലായിരുന്നു നമ്മൾ. മാതാവിനോട് ചേർന്ന് 10 ലക്ഷം ജപമാല അർപ്പിക്കാൻ നാം തീരുമാനിച്ചു. എന്നാൽ അതിനേക്കാൾ അനേകം മടങ്ങധികമായി ജപമാലകൾ അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. ഒക്ടോബർ 31 ഈ ദിവസം പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനകൾ, ഈ ജപമാലകൾ മാതാവിലൂടെ നാം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ, നമ്മുടെ ഭാവനയുള്ളതിനേക്കാൾ ഒത്തിരി ശക്തമാണ് ഈ പ്രാർത്ഥനകൾ. നമ്മെ, നമ്മുടെ കുടുംബത്തെയും ലോകത്തെയും മാത്രമല്ല തലമുറയെ പോലും അനുഗ്രഹിക്കാൻ ശക്തമായ ഒരു പ്രാർത്ഥന കഴിഞ്ഞ നാളുകളിൽ നാം ചെയ്തു. സ്വർഗം നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ പ്രാർത്ഥന സ്വർഗം കേട്ടു. സ്വർഗം ഒത്തിരി സന്തോഷിക്കുന്ന ദിനങ്ങളായിരുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കാരണം ഇത് ദൈവത്തിന് സ്വപ്നമാണ്, ദൈവത്തിൻ്റെ ചിന്തയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 26-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്: യേശു കുരിശിൽ കിടക്കുമ്പോൾ യേശു തൻ്റെ അമ്മയും താൻ ഏറെ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. തൻ്റെ ശിഷ്യൻ മറിയത്തെ സ്വന്തം ഭവനത്തിൽ അമ്മയായിട്ട് സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, ഇത് യേശുവിൻ്റെ ഏറ്റവും അവസാന വാക്കുകളിൽ ചില വാക്കുകളാണ്. ഇതിൻ്റെ അർത്ഥം ഇതാണ്: യേശു കുരിശിന് മുകളിൽ കിടക്കുമ്പോൾ അവിടുന്ന് കാണുന്നത് യോഹന്നാൻ ശ്ലീഹായെ കാണുന്നു. താൻ ഏറെ സ്നേഹിച്ച ശിഷ്യൻ യേശു എന്നെയും നിങ്ങളെയും ഒക്കെ അതേപോലെ സ്നേഹിക്കുകയാണ്. അതിൻ്റെ അടയാളമായി യോഹന്നാൻ്റെ കരങ്ങളിലേക്ക് അമ്മയെ നൽകി. അമ്മയ്ക്ക് മകനായി യോഹന്നാനെ നൽകി എന്ന് പറഞ്ഞാൽ ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യന്
സമ്മാനമായി തൻ്റെ അമ്മയെ നൽകി. ഇന്നും അങ്ങനെയൊക്കെയാണ്. കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നവർക്ക് സമ്മാനമായി മാതാവിനോടുള്ള വലിയ സ്നേഹവും ഭക്തിയും ഒക്കെ നൽകും. അപ്പോൾ തിരിച്ചറിയുക, ഞാൻ ഈ നാളുകളിൽ ഒത്തിരി ജപമാല അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അതിനർത്ഥം ഇത്രമേ ഉള്ളൂ: യേശു നിന്നെ അധികമായി സ്നേഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് നിന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു, നിന്നെ അനുഗ്രഹിക്കാൻ, അനുഗ്രഹമാക്കി മാറ്റാൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആ ദൈവത്തെ, ഈ റോസറി വാറിലേക്ക് നമ്മെ നയിച്ച, ഈ റോസറി വാറിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച, ഈ റോസറി വാറിലൂടെ നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവിനെ എല്ലാം മറന്നു സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, ഈശോയെ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് ഒന്ന് കരങ്ങൾ ഉയർത്തി കരങ്ങൾ വീശി കർത്താവിനെ സ്തുതിക്കാം. അനുഗ്രഹിക്കുന്ന ദൈവം, അനുഗ്രഹമായി നമ്മെ തിരഞ്ഞെടുത്ത ദൈവം, ഒത്തിരി എന്നെ അവിടുന്ന് സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്ന വ്യക്തിയായി എന്നെ ഉയർത്തി. അതിനാൽ ഈ നാളുകളിൽ പ്രാർത്ഥിക്കാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും അനുഗ്രഹം സ്വന്തമാക്കാനും ഈശോ നമുക്ക് ഒരു അനുഗ്രഹത്തിന് വഴി തുറന്നു തന്നു. റോസറി വാർ, അതിനെ പ്രതി, അതിനോട് ചേർത്ത ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധം മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വലോകനാഥനാം മിശിഹാ.
ഒരുമിച്ച് നമ്മുടെ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദർത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ റോസറി വാറിൻ്റെ അവസാന ദിനത്തിൽ ഈ പ്രോഗ്രാമിൻ്റെ ആമുഖ സന്ദേശം നൽകാൻ ഷാലോൺ ടെലിവിഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കെ ജെ മാത്യു സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഷാലോമിന്റെ 4 ചാപ്പലുകളിൽ ഒന്നായ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമന്റെ നാമധേയത്തിലുള്ള ചാപ്പലിനുള്ളിലാണ് ഈ പ്രത്യേക ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ പല യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട്. മനുഷ്യനോട്, സഹോദരൻ സഹോദരനോട് ചെയ്യുന്ന യുദ്ധമാണ്. അതിൻ്റെ ഫലം വലിയ കൂട്ടമരണങ്ങൾ, രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുന്നു, അരക്ഷിതാവസ്ഥയുണ്ടാകുന്നു, ക്ഷാമമുണ്ടാകുന്നു, സാമ്പത്തികമായ തകർച്ചകളുണ്ടാകുന്നു, വലിയ അസമാധാനമുണ്ടാകുന്നു. എന്നാൽ ഈ മാസം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് തികച്ചും വ്യത്യസ്തമായ, നൂതനമായ ഒരു യുദ്ധമാണ്. ഇത് മനുഷ്യനോട് നടത്തുന്ന ഒരു യുദ്ധമല്ല. നേരെ മറിച്ച് എല്ലാ മനുഷ്യർക്കും വേണ്ടി, ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരു യുദ്ധമാണ്. നമ്മൾ യുദ്ധം ചെയ്തിരുന്നത് നമ്മുടെ പൊതു ശത്രുവിനോടാണ്. ഈ യുദ്ധത്തിൻ്റെ ഫലം വലിയ ആനന്ദവും സമാധാനവും ദൈവത്തിൻ്റെ കൃപയുമാണ്. ഈ യുദ്ധത്തിൻ്റെ അവസാന ദിവസത്തിൽ ആയിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഇത് മനുഷ്യൻ്റെ ചിന്തയിൽ ഉയർന്നു വന്ന ഒരു ആശയമല്ല. നേരെ മറിച്ച് സ്വർഗം വെളിപ്പെടുത്തിയ ഒരു ദർശനമാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളാണ്, നിങ്ങൾക്കറിയാം. അതിൻ്റെ തലേ ദിവസം സെപ്റ്റംബർ 7 ഇങ്ങനെയൊരു യുദ്ധത്തെക്കുറിച്ചുള്ള ദർശനം ദൈവം നമുക്ക് നൽകിയത്. അത് ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് ബോധ്യം ലഭിച്ചതിൻ്റെ ശേഷമാണ് ഷാലോമിൻ്റെ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഷാലോം ടെലിവിഷനിലൂടെ ഈ യുദ്ധത്തെക്കുറിച്ച്, റോസറി വാറിനെക്കുറിച്ച് നമ്മൾ അറിയിപ്പ് നൽകിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടമാണോ അല്ലയോ എന്ന് അറിയുവാൻ ഒരു മാർഗമുണ്ട്. കർത്താവ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 33 ഇങ്ങനെയാണ് പറയുന്നത്: എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയുന്നത്. ഒരു കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് നല്ല ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. ഈ യുദ്ധത്തിന് നമ്മൾ ഉദ്ദേശിച്ചത്, ലക്ഷ്യമിട്ടത് 10 ലക്ഷം ജപമാലകൾ സമർപ്പിക്കണമെന്നുള്ളതാണ്. എന്നാൽ ഇത് ദൈവത്തിൻ്റെ തിരുമനസ്സായതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലോകമെമ്പാടുമുള്ള ദൈവമക്കളുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കുകയും ഇതിന് വലിയ ആവേശകരമായൊരു പ്രതികരണം ലഭിക്കുകയും ചെയ്തു. നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് 73,218 ജപമാലകൾ ചൊല്ലുവാൻ വേണ്ടി ദൈവജനം രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് വന്നു. നമുക്കറിയാം, എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടില്ല. രജിസ്റ്റർ ചെയ്യാതെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന അനേക ആയിരങ്ങളുണ്ട്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു യുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ വലിയ ഒരു അഭിമാനം നമുക്ക് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതൊരു യുദ്ധത്തിൻ്റെയും മർമ്മം യഥാർത്ഥ ശത്രു ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ശത്രുവിനെതിരെ പോരാടുക എന്നുള്ളതാണ്. ഈ ലോകത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കോവിഡ് മഹാമാരിയുണ്ട്, അതുണ്ടാകുന്ന സാമ്പത്തിക തകർച്ചയുണ്ട്, അരക്ഷിതാവസ്ഥയുണ്ട്,
അസമാധാനമുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥ പ്രശ്നം. ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പ്രശ്നം ഒരു ധാർമ്മിക തകർച്ചയാണ്. തിന്മയെ നന്മയായി അവതരിപ്പിച്ചുകൊണ്ട് മനുഷ്യന് എന്തും ചെയ്യാമെന്നുള്ള ഒരു ചിന്താഗതി ഇന്ന് വളർന്നു വരികയാണ്. ഇതിൻ്റെ പിന്നിൽ നല്ല ആകർഷകമായൊരാശയമുണ്ട്. മനുഷ്യൻ സ്വതന്ത്രനാണ്, മാൻ ഈസ് ഫ്രീ. അതുകൊണ്ട് അവൻ ഒരു നിയമങ്ങളെയും അനുസരിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ധാർമ്മിക നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം ആരാണ് ഇതിന് പ്രേരിപ്പിക്കുന്നത്. അത് പുരാതന സർപ്പമാണ്, മനുഷ്യൻ്റെ എല്ലാ കാലത്തെയും ശത്രുവാണ്. അതുകൊണ്ട് ആ തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഈ യുദ്ധം സാത്താന് എതിരായിട്ട് ചെയ്യുവാൻ തീരുമാനിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏതൊരു യുദ്ധത്തിൻ്റെയും വിജയത്തിന് കാരണമായ രണ്ടാമത്തത് ഒരു ഏബിൾ എഫിഷ്യൻറ്റ് ലീഡർ ഉണ്ടായിരിക്കണം, പ്രഗത്ഭനായ ഒരു ലീഡർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നരകപിശാചിൻ്റെ തലയെ തകർക്കുവാൻ കൽപ്പുള്ള പരിശുദ്ധ മറിയമാണ് ഈ യുദ്ധത്തെ നയിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ റോസറി വാർ എന്ന് പേരിട്ടത്. യുദ്ധത്തിനാവശ്യമായ മൂന്നാമത്തെ കാര്യം ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആയുധം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ യുദ്ധത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും ശക്തമായ ആയുധം അത് ജപമാലയാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ്റെ കോട്ടകൾ തകർന്നു വീണ അനേക ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ അജയ്യമാണ് എന്ന് ലോകം ചിന്തിച്ചിരുന്ന ഒരു വ്യവസ്ഥിതിയായിരുന്നു. ഇരുമ്പ് മറ, ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു സംവിധാനമായിരുന്നു അത്. പക്ഷേ പരിശുദ്ധ മറിയത്തിനായി സമർപ്പിച്ചുകൊണ്ട് അനേക നാളുകൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ നമുക്കറിയാം ആ ഇരുമ്പ് കോട്ട അത് തകർന്നു വീണു. പോളണ്ടിലെ സ്വേച്ഛാധിപത്യത്തിനെതിരായി, ഫിലിപ്പൈൻസിലെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരായിട്ട് പോരാടിയപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ സെപ്റ്റംബർ 8-ന് ആധാരമായി 8 നോമ്പ് ആചരിക്കുന്നതൊക്കെ ശത്രു എപ്പോഴൊക്കെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയോ അപ്പോഴൊക്കെ ദൈവജനം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച കാലഘട്ടത്തിലൊക്കെ സ്വർഗം ശക്തമായി ഇടപെട്ട അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ യുദ്ധത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ ഒരു ധാർമ്മിക പുനരുദ്ധാരണം ഉണ്ടാകണം എന്നുള്ളതാണ്. എ മോറൽ റിസറക്ഷൻ, എ മോറൽ റിനൈസൻസ്, ഒരു നവോത്ഥാനം ആത്മീയ മേഖലയിൽ ഉണ്ടാകണം. അങ്ങനെ ഒരു ധാർമ്മിക നവോത്ഥാനം ഉണ്ടാകണമെങ്കിൽ 2 കാര്യങ്ങളുണ്ടാകണം. ഒന്ന്, ലോകത്തിൽ നല്ല ദർശനമുള്ള ആത്മീയ നേതാക്കന്മാർ ഉയർന്നു വരണം. നമുക്കറിയാം സഭ മധ്യകാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയെ നേരിട്ട സമയത്താണ് ഫ്രാൻസിസ് അസീസി കടന്നു വന്നത്. സാധാരണ പക്ഷം, പക്ഷേ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചപ്പോൾ വളരെ ശക്തനായ സഭയെ നവീകരിക്കുന്ന, ലോകത്തെ നവീകരിക്കുന്ന ഒരു മനുഷ്യനായി അദ്ദേഹം മാറി. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആ സമയത്ത് സഭ തകർന്ന സമയത്താണ് ദൈവം ഒരു വെറും സാധാരണക്കാരനായ വൈദികനെ ഉയർത്തിയത്, വിശുദ്ധ ജോൺ മരിയ വിയാനി. അപ്പോൾ ഇതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വിശുദ്ധരായ ശക്തരായ ആത്മീയ ദർശനമുള്ള ദൈവത്തെ സ്നേഹിക്കുന്ന നേതാക്കന്മാർ ഉയർന്നു വരുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പണ്ട് കാലത്ത് ഈ ധാർമ്മിക വ്യവസ്ഥിതി നിലനിന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലോകത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്ന അനേകായിരങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ടായിരുന്നു. മരുഭൂമിയിൽ എല്ലാം ഉപേക്ഷിച്ച് പ്രാർത്ഥന ഉപവാസമായി ജീവിച്ചിരുന്ന സന്യാസികൾ, അൽമായർ, ഇങ്ങനെയുള്ളവർ അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഒരു ധൂപം പോലെ ഉയരുമ്പോൾ ദൈവം ഈ ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ഈ കാലഘട്ടത്തിൽ ധാർമ്മിക തകർച്ച ഉണ്ടാകുവാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം,
ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന അനേകരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഉണ്ടാകുവാൻ, അങ്ങനെ 10,000 ദൈവസ്നേഹത്തെ പ്രതി ലോകത്തിന് വേണ്ടി ഒരുങ്ങിത്തീർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഈ ലോകത്തെ നിശ്ചയമായും തൻ്റെ വഴിയിലൂടെ തന്നെ നയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളുടെ മറ്റൊരു ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത് സഭയുടെ ഒരു നവോത്ഥാനമാണ്. സഭ ഉണരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആകയാൽ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. സുവിശേഷം നൽകുവാൻ സഭ ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ദൈവം സഭയെ ശക്തിപ്പെടുത്തും. ദൈവം സഭയെ വീണ്ടും അഭിഷേകം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം: എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാഗതമാകും. അപ്പോൾ ലോകത്തിൻ്റെ അവസാനം ഉണ്ടാകണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ 2ാം വരവ് ഉണ്ടാകണമെങ്കിൽ ചെയ്യേണ്ട ഏക കാര്യം ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ലോകത്തിൽ ദൈവമഹത്വം ഇറങ്ങും. ദൈവം ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ടാകും. ദൈവം വീണ്ടും നമ്മെ നയിക്കുന്ന ഒരു സംവിധാനം ലോകത്തിലുണ്ടാകും. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ യുദ്ധം അവസാനിക്കുന്ന ദിവസമാണ് ഇന്ന് ഒക്ടോബർ 31, നമ്മൾ പറഞ്ഞതനുസരിച്ച്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുദ്ധം നിങ്ങൾ അവസാനിപ്പിക്കരുത് എന്നുള്ളതാണ്. കാരണം യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഒരു ആലസ്യമുണ്ടാകും, ഒരു ജാഗ്രത കുറവുണ്ടാകും, ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി ഉണ്ടാകും. ഈ സമയത്താണ് ശത്രു നുഴഞ്ഞു കയറുന്നത്. നമ്മൾ നേടിയെടുത്തതെല്ലാം നഷ്ടപ്പെടുത്തുവാൻ ഒരു നിമിഷം മതി. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നിങ്ങളെല്ലാവരും തുടരണമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനുള്ളൊരു അപേക്ഷയുണ്ട്. ഒരു ദിവസം നിങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കും. ഏറ്റവും ചുരുങ്ങിയത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് 4 ജപമാലകളെങ്കിലും നിങ്ങൾക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, നിരന്തരമായ യുദ്ധത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ശത്രുവിനെ പരാജയപ്പെടുത്തുവാനും ആത്യന്തികമായ ആ ലക്ഷ്യം നേടിയെടുക്കുവാനും സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും ഈ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവരും കർത്താവിൻ്റെ പട്ടാളക്കാരാണ്, സോൾജേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് അഭിമാനത്തോടെ നമുക്ക് ഇന്നു മുതൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാം. കർത്താവേ, ഞാൻ അങ്ങയുടെ പട്ടാളക്കാരനാണ്, അല്ലെങ്കിൽ പട്ടാളക്കാരിയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഇന്നു മുതൽ ഏറ്റെടുക്കണമേ. ആ വലിയ അഭിമാനത്തോടെ, അവകാശബോധത്തോടെ നിങ്ങൾക്ക് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിസ്സഹായരായി നിൽക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവെ ഈ വലിയ അത്ഭുതകരമായ ദർശനം നൽകിയതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കുചേരുവാനായിട്ട് അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയൊരു വിജയത്തിലേക്ക് കർത്താവെ ഈ യുദ്ധത്തെ അവിടുന്ന് നയിച്ചതിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ അമ്മയെ, ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് നാഥയും നേതാവുമായി നൽകിയ കർത്താവെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ലക്ഷ്യം വെച്ച എല്ലാ കാര്യങ്ങളും അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് കൃപയായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിൽ അങ്ങയുടെ നിയമങ്ങൾ, ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു അന്തരീക്ഷം അവിടുന്ന് തന്നെ സൃഷ്ടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയെ അവിടുന്ന് ഉണർത്തുവാൻ തിരുമനസ്സാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കർത്താവെ, അങ്ങയെ സ്നേഹിക്കുന്ന അനേകം ആത്മീയ രാഷ്ട്രീയ നേതാക്കന്മാരെ അവിടുന്ന് കൊണ്ടുവരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, അങ്ങയുടെ തിരുമുമ്പിൽ രാപകൽ ത്യാഗം ചെയ്ത് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന അനേക മക്കളെ അവിടുന്ന് ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവെ, നാശത്തിലേക്ക് കുതിക്കുന്ന ഈ ലോകത്തോട് അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങൾ ഉയർത്തണമേ. ദൈവമേ, ഞങ്ങൾ നിസ്സഹായരാണെന്ന് ഓർക്കണമേ. ഞങ്ങൾ പാപികളാണെന്ന് അവിടുന്ന് ഓർക്കരുതേ. അങ്ങയുടെ വാഗ്ദാനത്തെ അവിടുന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഗണവിലയേറിയ തിരു രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഞങ്ങളെന്ന് ഓർക്കണമേ. കർത്താവെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ആ മഹായാഗത്തെ ഓർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ അർപ്പിച്ച ഈ പ്രാർത്ഥനകളെ അവിടെ സ്വീകരിക്കണമേ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ സ്തോത്ര. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സകല സ്വർഗീയ വിശുദ്ധന്മാരെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോസറി വാറിൻ്റെയും കുന്ത നമസ്കാരത്തിൻ്റെയും ഒക്കെ അവസാന ദിവസമായ ഇന്ന് ഇപ്പോൾ നമ്മൾ ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് നമ്മൾ ജപമാല പ്രദക്ഷിണമായി ഷാലോം ഓഫീസിൻ്റെ കോമ്പൗണ്ടിൽ കൂടി പല്ലക്കിൽ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഭക്തിയോടെ നാം ഒരുമിച്ച് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രദർശനത്തിന് വേണ്ടി ശാന്തമായി പുറത്തേക്ക് ഇറങ്ങാം. മുക്കാൽ കോടി ജപമാലകൾ അർപ്പിച്ചതിൻ്റെ ആത്മീയ ആനന്ദം നാം ഇനി ജപമാല റാലിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മന പങ്കെടുക്കാൻ പോകുന്ന സമയമാണ്. മണ്ണിലെന്റെ തെരു തെളിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെന്റെ തെരു തെളിക്കാം. ഓരടിക്കും ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് കുശുമല ചൊട്ടിയെന്നും തറയ്ക്കാം. ഓരടിക്കും ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് കുശുമല ചൊട്ടിയെന്നും തറയ്ക്കാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. സൈന്യാധിപേ, സൈന്യാധിപേ, മണ്ണിലെന്റെ തെരു തെളിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെന്റെ തെരു തെളിക്കാം. സാത്താന്റെ സൈന്യം സംഗീതരാകും അമ്മേ നിന്റെ ദിവ്യപുത്രൻ വരുമ്പോൾ. സാത്താന്റെ സൈന്യം സംഗീതരാകും അമ്മേ നിന്റെ ദിവ്യപുത്രൻ വരുമ്പോൾ. ദുഷ്ടങ്ങൾക്കും കെണികൾ പൊട്ടി പൊട്ടി തകരും അമ്മേ നിന്റെ മിന്നലോടി വീശുമ്പോൾ. ദുഷ്ടങ്ങൾക്കും കെണികൾ പൊട്ടി പൊട്ടി തകരും അമ്മേ നിന്റെ മിന്നലോടി വീശുമ്പോൾ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മ
അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ പാതാളക്കെണികൾ പാപത്തിൻ വഴികൾ നിന്നും ക്രൂശിൻ മുന്നിൽ തല കുനിക്കും പാതാളക്കെണികൾ പാപത്തിൻ വഴികൾ നിന്നും ക്രൂശിൻ മുന്നിൽ തല കുനിക്കും അന്ധകാരക്കുഴിയും അന്തരീക്ഷ ശക്തിയും അമ്മേ നിന്റെ പാദങ്ങളിൽ അമരും അന്ധകാരക്കുഴിയും അന്തരീക്ഷ ശക്തിയും അമ്മേ നിന്റെ പാദങ്ങളിൽ അമരും നമ്മൾ ജയിക്കും കൃപ ധരിക്കും അമ്മയോട് കൂടെ ജ്വലിക്കും നമ്മൾ ജയിക്കും കൃപ ധരിക്കും അമ്മയോട് കൂടെ ജ്വലിക്കും മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ സൈന്യാധിപേ സൈന്യാധിപേ മഞ്ഞിലെങ്കിൽ തേരു തെളിക്കാം സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മഞ്ഞിലെങ്കിൽ തേരു തെളിക്കാം പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ചു ക്രൂശുമര ചൊട്ടിലിരുന്നു തറയ്ക്കാം പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ചു ക്രൂശുമര ചൊട്ടിലിരുന്നു തറയ്ക്കാം നമ്മൾ ജയിക്കും കൃപ ധരിക്കും അമ്മയോട് കൂടെ ജ്വലിക്കും 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 അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം: സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവ വിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, പരിശുദ്ധ ദൈവമാതാവ് ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ മറിയത്തെ അറിയിക്കുന്ന ദിവ്യരഹസ്യം നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ ഏറെ സ്നേഹത്തോടെ ലോകം മുഴുവനെയും അമ്മയുടെ പൊൻകരങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. ലോകം ഇന്ന് വലിയ ഒരു അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. തിന്മയെ പോലും നന്മയായി അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ മേൽ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങണം. ദൈവത്തിൻ്റെ മഹത്വം ഈ ലോകത്തിൻ്റെ മേൽ വ്യാപരിക്കണം. ലോകം ഇന്ന് വലിയൊരു മഹാവ്യാധിയിലൂടെ, പകർച്ചവ്യാധിയിലൂടെ കടന്നു പോകുന്നു. ജനം മുഴുവൻ ഭീതിയിലൂടെ കടന്നു പോകുന്നു. ഈ തിന്മയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ സ്വർഗത്തിലെ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമാണ് സാധിക്കുക. അതിനാൽ അമ്മയോട് ചേർന്ന് വിശ്വാസത്തോടെ ഈ ഒന്നാം ദിവ്യരഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് എലീശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് 3 മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയം വഴിയായി എല്ലാ ലോകരാജ്യങ്ങളെയും ഈ രഹസ്യത്തിൽ നമുക്ക് സമർപ്പിക്കാം. രാജ്യങ്ങളെ നയിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ദൈവിക ജ്ഞാനത്താൽ ദൈവഭയത്താൽ അവർ നിറയപ്പെടുവാനും നല്ലൊരു നേതൃത്വം കടന്നു വന്നുകൊണ്ട് ദൈവിക സമാധാനം കൊണ്ട് എല്ലാ രാജ്യങ്ങളും നിറയപ്പെടുവാനും പരിശുദ്ധ അമ്മേ, ഈ രഹസ്യത്തിൽ ഞങ്ങൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് ഈശോ മിശിഹായെ പ്രസവിക്കുവാൻ കാലമായപ്പോൾ ബത്ലഹേം നഗരിയിൽ പാതിരായ്ക്ക് പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തി എന്ന ദിവ്യരഹസ്യം നമുക്ക് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ അമ്മയുടെ പൊൻകരങ്ങൾ വഴിയായി ഈശോയുടെ സന്നിധിയിലേക്ക് മാനവരാശിയെ പൂർണ്ണമായും നമുക്ക് ചേർത്ത് വയ്ക്കാം. ദൈവജനം ഏറെ ഭയത്തിലൂടെയും അസമാധാനത്തിലൂടെയും കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. പീഡനങ്ങളും സുരക്ഷിതത്വമില്ലായ്മയും തൻ്റെ ജനം അനുഭവിക്കുന്നു. ദൈവജനം മുഴുവൻ ആഴമേറിയ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും കടന്നു വരണം. അതിനുവേണ്ടി ദൈവജനത്തിൻ്റെ മേൽ സ്വർഗത്തിൻ്റെ മഹത്വം ഇറങ്ങുന്നതിന് വേണ്ടി, കർത്താവിൻ്റെ മഹത്വം ഇറങ്ങുന്നതിന് വേണ്ടി അമ്മയോട് ചേർന്ന് ഈ ദിവ്യരഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ ഈശോ മിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശിമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുവെന്ന് നമുക്ക് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യം നാം ധ്യാനിക്കുമ്പോൾ തിരുസഭയെ നമുക്ക് പരിശുദ്ധ അമ്മ വഴിയായി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. സഭയിൽ ഒരു പുതിയ അഭിഷേകം നിറയുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. സഭാ നേതൃത്വത്തെ പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. എല്ലാ വിശ്വാസികളും പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകത്താൽ നിറയപ്പെടണം. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം തിരുസഭയിൽ ആകമാനം നിറയപ്പെടണം. പരിശുദ്ധ ദൈവമാതാവെ, തിരുസഭയെയും സഭാ നേതൃത്വത്തെയും എല്ലാ വിശ്വാസികളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ രഹസ്യം ഞങ്ങൾ കാഴ്ചവെക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ദിവ്യകുമാരന് 12 വയസ്സായിരിക്കെ 3 ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കുമ്പോൾ അവിടുത്തെ കണ്ടെത്തിയെന്ന ദിവ്യരഹസ്യം നമുക്ക് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ അമ്മയുടെ കരങ്ങൾ വഴിയായി ഈശോയുടെ സന്നിധിയിലേക്ക് ശാലോം മിനിസ്ട്രിയെ ഏറെ സ്നേഹത്തോടെ ഈ രാത്രിയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അതിരുകളോളം എത്തിക്കുക എന്നത്. ഈ കാലഘട്ടത്തിൽ ശാലോം മിനിസ്ട്രിക്ക് അതിനുള്ള കൃപ നൽകണമേ എന്ന് പരിശുദ്ധ അമ്മ വഴിയായി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നാളിതുവരെയും ശാലോമിനെ താങ്ങി നിർത്തിയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട SPF അംഗങ്ങളെയും ഏജന്റുമാരെയും എല്ലാ സഹകാരികളെയും ഈ രാത്രിയിൽ അമ്മയുടെ അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു.
അവരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണത്തിനായി നമുക്ക് ചാപ്പലിലേക്ക് പോകാം. வாழ்க
ജപമാല സമർപ്പണത്തിനായി നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റെപ്പായേലെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പെ, സ്ലിഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ, ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ, ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ, ദേവകുമാരനുമാതാവേ, രക്ഷകരുളിലംബികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിതരാം നിർമ്മലമാതാവേ, കറയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ, വിവേകവതിയാം കന്യകയേ, വിശ്രുതയാസുര കന്യകയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ, മാനവനുത്സവനായകയേ, ദൈവികമാം പനിനീർസുമമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്തഗോപുരമേ, പൊന്നിൻ പൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാഗ്ദാനത്തിൻ പേടകമേ, സ്വലോകത്തിൻ താരകമേ, പുലർക്കാലത്തിൻ താരകമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമിയെന്നവരാരോഗ്യം പകരും കരുണാസാഗരമേ, പാപിക്കവനിലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കീഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തുജനത്തിൻ പാലികയേ, പ്രാർത്ഥിക്കണമേ
ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ. പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ. പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ. ഞങ്ങളിൽ കനിയണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ അങ്ങേപ്പക്കൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണുകിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹൗവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വരം, ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ നനച്ചു സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യവഴത്തിൽ രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ റോസറി വാറിൻ്റെ പ്രധാന സന്ദേശം നൽകാൻ ഷാലോ മിനിസ്റ്റർ ലീഡറായ ഷെവലിയാർ ബെന്യുവിനത്രിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ തിന്മ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ തിന്മയുടെ ഈ മുന്നേറ്റത്തെ തടയുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ നടത്തിയ ഈ ആത്മീയ പോരാട്ടം, ഈ റോസറി വാറിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. 10 ലക്ഷം ജപമാലകൾ ലോകസമാധാനത്തിനും സഭയുടെ നവീകരണത്തിനും വേണ്ടി ഈ ഒക്ടോബർ മാസത്തിൽ ചൊല്ലി കാഴ്ചവെക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് പ്രഖ്യാപിച്ചത്. എന്നാൽ അത് 20 ലക്ഷവും 50 ലക്ഷവും എല്ലാം പിന്നിട്ട് ഇന്ന് നമുക്കറിയാം 73 ലക്ഷത്തിലധികം ജപമാലകൾ ഈ ദിവസത്തിനുള്ളിൽ ഈ നിയോഗത്തിന് വേണ്ടി ലോകത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായും ഒരു പ്രാർത്ഥന പോലും നിഷ്ഫലമായി പോകുകയില്ല. അതിനാൽ നമ്മൾ അർപ്പിച്ച ഈ 73 ലക്ഷം ജപമാലകളും സ്വർഗത്തിന് അവഗണിക്കുവാൻ പറ്റുകയില്ല. നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങൾ വരും നാളുകളിൽ നമ്മുടെ സഭാ സമൂഹങ്ങളിൽ ലോകത്തിൽ നീട്ടപ്പെടും. ഒരു മാറ്റമുണ്ടാകും.
തിന്മയുടെ വ്യാപനത്തിന് തടയിടപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പ്രൈസ് ദ ലോർഡ്. എന്നാൽ മാത്യു സാറ് പറഞ്ഞിരിക്കുന്നത് പോലെ ഒക്ടോബർ 31 അവസാനിപ്പിക്കുവാൻ ഉള്ളതല്ല നമ്മളുടെ ഈ യുദ്ധം. നമുക്കറിയാം, യുദ്ധത്തിൽ ചിലപ്പോൾ ശത്രുവിൻ്റെ കോട്ടകൾ, ശത്രുവിൻ്റെ കേന്ദ്രങ്ങൾ ബോംബുകളിട്ട് തകർക്കാറുണ്ട്. അവൻ്റെ ശക്തി കേന്ദ്രങ്ങൾ തകർത്താലും അവൻ കൈയടക്കി വച്ചിരിക്കുന്ന ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുന്നത് വരെ നമ്മൾ ആ യുദ്ധം തുടരണം. അപ്പോൾ തിന്മയുടെ കോട്ടകൾ തകർക്കപ്പെട്ടാലും തിന്മ കീഴടക്കി വച്ചിരിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളെ, സംവിധാനങ്ങളെ വീണ്ടും ദൈവത്തിന് വേണ്ടി തിരിച്ച് സ്വന്തമാക്കുന്നത് വരെ നമ്മളുടെ പോരാട്ടം തുടരണം. അപ്പോൾ നമ്മൾ ഒക്ടോബർ 31 ശേഷവും നമ്മൾ നിരന്തരം യുദ്ധത്തിൻ്റെ അതേ ചൈതന്യത്തിൽ തുടരണം. കർത്താവിൻ്റെ മഹത്വം സഭയിലും ലോകത്തിലും വെളിപ്പെട്ട് കാണുന്നത് വരെയും പഴയ നിയമത്തിലെ യാക്കോബിനെ പോലെ തന്നോട് മൽപ്പിടുത്തം നടത്തിയ ദൈവദൂതനോട് യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അതുപോലെ നമ്മളുടെ ഈ പ്രാർത്ഥനയുടെ നിയോഗങ്ങൾക്ക് ഉത്തരം കണ്ടാലല്ലാതെ ദൈവത്തെ നമ്മൾ വിടരുത്. ജപമാലയെ നമ്മൾ ഉപേക്ഷിക്കരുത്, പരിശുദ്ധ അമ്മയെ നമ്മൾ ഉപേക്ഷിക്കരുത്. മറിച്ച് ഈ ലോകത്തിൽ ഒരു മാറ്റം സംഭവിക്കണം. അതുകൊണ്ട് നമ്മളുടെ തീഷ്ണതയിൽ കുറവ് വരാതെ നിരന്തരം നമ്മൾ ഈ പോരാട്ടം തുടരണം. എങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് തന്നെ ദൈവത്തിൻ്റെ മഹത്വം ഈ കാലഘട്ടത്തെ പ്രകാശിപ്പിക്കുന്നതായിട്ട് കാണുവാനുള്ള ഭാഗ്യം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ദൈവം നമ്മുടെ ഈ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുക? ഒരു വലിയ അത്ഭുതം ദൈവം പ്രവർത്തിച്ച് ലോകത്തെ ഒരു ദിവസം കൊണ്ട് മാറ്റിമറിക്കുകയല്ല. അതല്ല ദൈവത്തിൻ്റെ വഴികൾ. ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും ദൈവത്തിൻ്റെ ശക്തിയെയും നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ നിഗൂഢമായ വഴികൾ നമുക്കെപ്പോഴും ഗ്രാഹ്യമാകണമെന്നില്ല. അവൻ പ്രവർത്തിക്കുന്നത് നമുക്ക് അപ്രാപ്യമായ വിധത്തിലാണ്. എന്നാൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നിസ്സാരമായ ചില സംഭവങ്ങളിൽ നിന്നായിരിക്കും പലപ്പോഴും ആരംഭിക്കുക. വളരെ നിസ്സാരരായ വ്യക്തികളിലൂടെ ആയിരിക്കാം ആരംഭം കുറിക്കുക. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ചില സമൂഹങ്ങളിലൂടെ ആയിരിക്കാം ലോകം മുഴുവനും വ്യാപിക്കുന്ന ഒരു മാറ്റത്തിന് പലപ്പോഴും തുടക്കം കുറിക്കുക. ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ യേശു ജെറുസലേമിലേക്ക് പോകുന്ന വഴിയിൽ ദൈവരാജ്യത്തിൻ്റെ ഒരു രഹസ്യം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ശിഷ്യന്മാരുടെ മനസ്സിലെ ആശങ്കകൾ, ഭയം മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയായിരിക്കാം യേശു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഈ വ്യാഖ്യാനം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കാരണം വരാനിരിക്കുന്ന ക്രിസ്തു ഈശോയാണെന്ന് തിരിച്ചറിഞ്ഞ് വലിയ ആവേശത്തിലാണ് ശിഷ്യന്മാരെല്ലാം യേശുവിൻ്റെ പിന്നാലെ കൂടിയത്. അവൻ മിശിഹായാണ് എന്ന കാര്യത്തിൽ ശിഷ്യന്മാർക്കും യാതൊരു സംശയമില്ല. പക്ഷെ യേശുവിൻ്റെ പ്രബോധനങ്ങളും അത്ഭുത പ്രവൃത്തികളും എല്ലാം അത്ഭുതകരം തന്നെയാണ്. എങ്കിലും ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്ക ബാക്കിയുണ്ടാകുന്നു. ഇത്രയധികമൊക്കെ അത്ഭുതങ്ങൾ ചെയ്തിട്ടും, ഇത്രയധികമായ സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും ഉണ്ടായിട്ടും ഇസ്രായേലിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്തുവാൻ യേശുവിന് സാധിച്ചില്ല. കാരണം യഹൂദ പ്രമാണികളൊന്നും യേശുവിനെ അംഗീകരിക്കുന്നില്ല. ഭൂരിപക്ഷം ജനങ്ങളും യേശുവിൽ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ എന്നാണ് ഈ ഭൂമിയിൽ മിശിഹായുടെ രാജ്യം സ്ഥാപിക്കാൻ സാധിക്കുക? ഈ ആശങ്ക സ്വാഭാവികമാണ്. ആ ആശങ്ക കൂടി ദൂരീകരിക്കാൻ വേണ്ടി യേശു അവരോട് ഒരു കാര്യം പറയുകയാണ്. ദൈവരാജ്യം കടുകുമണി പോലെയാണ്. കടുകുമണി വളരെ ചെറുതാണ്. എന്നാൽ നിസ്സാരമായ ഈ കടുകുമണി വളർന്ന് വികസിക്കുമ്പോൾ ഒരു വലിയ ചെടിയായിട്ട് മാറുകയാണ്. ഇതുപോലെ ദൈവരാജ്യത്തിൻ്റെ തുടക്കം വളരെ ഹമ്പിളായിരിക്കും, വളരെ നിസ്സാരമായിരിക്കും. അതിൽ നിന്ന് വളർച്ച ഉണ്ടാകുമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. പോരാഞ്ഞിട്ട് മറ്റൊരു ഉപമയിലൂടെയും കൂടി ദൈവരാജ്യത്തിൻ്റെ രീതി എന്താണ് എന്ന് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതിതാണ്, ദൈവരാജ്യത്തെ ഞാൻ എന്തിനോടാണ് ഉപമിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്. അത് ഒരു സ്ത്രീ 3 അളവോളം മാവിൽ അത് പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിപ്പിന് സദൃശ്യമാണ്. 3 അളവ് മാവ്, 3 അളവ് 3 കിലോയോ 3 ലിറ്ററോ എത്രയും ആയിക്കൊള്ളട്ടെ,
അത് പുളിപ്പിക്കുവാൻ വേണ്ടി ആ ചേർത്ത് വെച്ച പുളിപ്പ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്, വളരെ ചെറിയ അളവാണ്. എന്നാൽ ക്രമേണ ഈ ചെറിയ അളവിലുള്ള പുളിപ്പ് ആ മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. ഇതുപോലെയാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തിൻ്റെ തുടക്കത്തിൽ അത് വളരെ നിസ്സാരമായിരിക്കും. ദൈവത്തിൻ്റെ പ്രവർത്തികൾ വളരെ നിസ്സാരമെന്ന് നമുക്ക് തുടക്കത്തിൽ തോന്നും. എന്നാൽ അത് വളർന്ന് വികസിക്കും. നമുക്കറിയാം, ഈ ഭൂമിയിൽ ദൈവരാജ്യം ഈശോ സ്ഥാപിച്ചപ്പോൾ വളരെ ചുരുങ്ങിയ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. വളരെ നിസ്സാരരായ മനുഷ്യരാണ് ഉണ്ടായിരുന്നത്. അധികാരമോ ശ്രദ്ധയോ ഒന്നും ആകർഷിക്കത്തക്ക രീതിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ നിസ്സാരമായ തുടക്കം വളർന്ന് ലോകത്തെ മുഴുവനും കീഴടക്കത്തക്ക രീതിയിൽ പിന്നീട് സഭ വളർന്നു. ഇതുപോലെയാണ് എല്ലാ കാലഘട്ടങ്ങളിലും ദൈവം സഭയിലും സമൂഹത്തിലും പ്രവർത്തിക്കുന്നത്. ചില നിസ്സാരരായ വ്യക്തികളിലൂടെ ദൈവം തൻ്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടാം. അതൊരുപക്ഷെ നിങ്ങളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ സമൂഹത്തിലൂടെ ആയിരിക്കാം ദൈവം ഈ കാലഘട്ടത്തിൽ ഒരു ചേഞ്ചിനുള്ള തുടക്കമിടുന്നത്. നിങ്ങളുടെ പ്രസ്ഥാനത്തിലൂടെ ആയിരിക്കാം. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനോട് തുറവിയുള്ളവരായിരിക്കണം. അവൻ്റെ പ്രേരണകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ആരംഭിക്കും. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: 3 വർഷവും 6 മാസവും ഇസ്രായേൽ ദേശത്ത് മഴയുണ്ടായില്ല. തൽഫലമായി നദികളും കിണറുകളും എല്ലാം വറ്റി വരണ്ടു. ജലം കിട്ടാതെ പക്ഷിമൃഗാദികളും മനുഷ്യരും ചത്തൊടുങ്ങി. എന്നിട്ടും മനുഷ്യർ ദൈവത്തിലേക്ക് തിരിഞ്ഞില്ല. അവർ പാപത്തിലുള്ള ജീവിതം തുടർന്നു. ഒടുവിൽ കാർമൽ മലയിൽ ഏലിയാ പ്രവാചകൻ ആഹാബ് രാജാവിനെയും ജനങ്ങളെയും വിളിച്ചു വരുത്തുകയാണ്. ഈ 2 വഞ്ചിയിലുള്ള യാത്ര അവസാനിപ്പിക്കണം. സത്യദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് അവർ പറയുന്നു. പാപത്തിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. അവിടെ സ്വർഗത്തിൽ അഗ്നി ഇറക്കി ബലിയെ ദഹിപ്പിക്കുന്ന ജീവിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്ത് ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഏലിയാ പ്രവാചകൻ പറയുകയാണ്: ഇതാ മഴയുടെ ഇരമ്പൽ ഞാൻ കേൾക്കുന്നു. 3.5 വർഷം മഴയില്ലായിരുന്നു. ജനം മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോൾ, ദൈവത്തിനായി ബലിപീഠം പുതുക്കിപ്പണിത് ബലിയർപ്പിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ പറയുന്നു: ഇതാ മഴയുടെ ഇരമ്പൽ ഞാൻ കേൾക്കുന്നു. വേറെ ആരും കേട്ടില്ല. ഏലിയാ പ്രവാചകൻ മലയുടെ മുകളിലേക്ക് കയറി ശിരസ് കുമ്പിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഭൃത്യനോട് പറഞ്ഞു: നീ കടലിൽ പോയി, കടൽ കാർമൽ മലയുടെ തീരത്താണ് മധ്യധരണാടി കടൽ. ഈ കടലിലേക്ക് നോക്കി അവിടെ നിന്ന് മേഘങ്ങൾ ഉയരുന്നുണ്ടോ, മഴമേഘങ്ങൾ ഉയരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഭൃത്യൻ തിരിച്ചു വന്ന് പറഞ്ഞു: ഒരു മേഘത്തെയും ഞാൻ കാണുന്നില്ല. പ്രവാചകൻ തുടർന്ന് 7 പ്രാവശ്യം ഈ ഭൃത്യനെ മേഘം കടലിൽ ഉയരുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു വിടുന്നു. 7-ാമത്തെ പ്രാവശ്യം ഭൃത്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു: ഒരു മനുഷ്യ കരത്തോളം വലിപ്പമുള്ള ഒരു ചെറിയ മേഘം കടലിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്ന്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു: ഉടൻ തന്നെ രഥം പൂട്ടി കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെടുക, അല്ലെങ്കിൽ മഴ കൊണ്ട് നിന്റെ യാത്ര തടസ്സപ്പെടുമെന്ന് ആഹാബ് രാജാവിനോട് പറയാൻ പറഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യകരത്തോളം മാത്രം വലിപ്പമുള്ള ഈ ചെറിയ മേഘം വ്യാപിച്ച് രാജ്യം മുഴുവനും മഴ പെയ്തു. ഒരു ചെറിയ മേഘത്തുണ്ടിൽ നിന്ന് ഒരു രാജ്യത്തിൻ്റെ 3.5 വർഷത്തെ വരൾച്ചയുടെ ചുട്ടുപൊള്ളുന്ന അനുഭവം മാറ്റാൻ മാത്രം ശക്തമായ മഴ അവിടെ രൂപപ്പെട്ടു. ഇതുപോലെ ദൈവം നിസാരമെന്ന് തോന്നുന്ന ചില സംഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, വ്യക്തികളിലൂടെ തൻ്റെ ശക്തി പ്രകടിപ്പിക്കും. അതുവരെയും നമ്മൾ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കണം. അവൻ പ്രാർത്ഥനകൾ അവഗണിക്കുന്നവനല്ല എന്ന് നമുക്കറിയാം. പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും നമുക്ക് അയോഗ്യതകളും കുറവുകളും ഉണ്ടെങ്കിലും പരിശുദ്ധ അമ്മയുടെ യോഗ്യതകളോട് ചേർത്ത് നമ്മളർപ്പിച്ച ഈ 73,218 ജപമാലകളും തീർച്ചയായും ഇന്ന് സ്വർഗം സ്വീകരിക്കുകയും വലിയ അനുഗ്രഹങ്ങൾ നമ്മളിലേക്കും സഭയിലേക്കും വർഷിക്കപ്പെടും എന്ന് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. ഈ ജപമാല പോരാട്ടത്തിൽ പങ്കുചേർന്ന എല്ലാ വ്യക്തികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരുപാട് വ്യക്തികൾ, കുടുംബങ്ങൾ, സന്യാസ സമൂഹങ്ങൾ, ഒത്തിരി അധികം ആളുകൾ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. ഇത് രജിസ്റ്റർ ചെയ്ത കണക്കാണ് ഈ 73,218 ജപമാലകൾ. എന്നാൽ എത്രയോ 1000 ആളുകൾ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യാനോ ഫോൺ വിളിച്ച് തങ്ങൾ അർപ്പിച്ച ജപമാലയുടെ കണക്കുകൾ അറിയിപ്പിക്കാനൊന്നും സാധിക്കാത്തവരും താല്പര്യമില്ലാത്തവരുമുണ്ട്.
അതുകൊണ്ട് ഈ നിയോഗത്തിൻ്റെ മേഖലയിൽ, ഈ നിയോഗത്തോടു കൂടി ഈ ജപമാല പോരാട്ടത്തിൽ തീർച്ചയായും ഇനിയും അനേക ലക്ഷം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും അവരും ശാലോമിനോട് ചേർന്ന് അർപ്പിച്ച ഈ ജപമാലകൾ ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുവാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും വ്യക്തിപരമായി ധാരാളം ആവശ്യങ്ങളുണ്ട്. ഈ നിയോഗങ്ങളെല്ലാം മറന്നുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി, മനുഷ്യവംശത്തിനു വേണ്ടി നമ്മൾ വലിയ ദൈവസ്നേഹത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു മാസം. ഒന്നാമതായിട്ട് ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങളിലെല്ലാം കരുതലുള്ളവനായിരിക്കുമെന്ന് യേശു നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിന് വേണ്ടി നമ്മൾ ഈ ജപമാലകൾ അർപ്പിച്ചപ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ കാര്യങ്ങളിലും ഇടപെടും. നമ്മുടെ പ്രാർത്ഥനകൾക്കും ആവശ്യങ്ങൾക്കുമെല്ലാം ദൈവം ഉത്തരം നൽകും. അതുകൊണ്ട് വലിയ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കോരിച്ചൊരിയുന്ന അനുഭവത്തിലേക്ക് വരുന്ന ആളുകളിൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം നയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടുകൂടി തന്നെ നമുക്ക് കാത്തിരിക്കാം. ഒരിക്കൽ കൂടി ഷാലോമിൻ്റെ ആഹ്വാനം സ്വീകരിച്ച് ഈ ജപമാല പോരാട്ടത്തിൽ, ഈ റോസറി വാറിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികളെയും ഞാൻ അഭിനന്ദിക്കുകയും ഷാലോമിൻ്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് ഷാലോൺ ടെലിവിഷൻ്റെ ചെയർമാനായ ബഹുമാനപ്പെട്ട ജോസഫ് വയലിൽ CMI അച്ഛൻ നമുക്കെല്ലാവർക്കും വേണ്ടി ഈ ജപമാലകൾ മാതാവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയും നമുക്ക് വേണ്ടി പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. അച്ഛനെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ ഉയിർപ്പേകുന്നു, നീ തന്നെ ആത്മാവിന് രക്ഷയേകുന്നു. അഖില ലോകനായക വാഴ്ത്തിടുന്നു
പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ കൃപയും മാതാവിൻ്റെ മധ്യസ്ഥതയും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ജപമാല പ്രാർത്ഥനയിൽ 3 കഥാപാത്രങ്ങളാണ് ഉള്ളത്. ഒന്ന്, സർവശക്തനായ ദൈവം. 2, പരിശുദ്ധിയായ മാതാവ്. 3, പാപികളായ നമ്മൾ. ഞാനല്ല, നമ്മൾ. പാപികളായ നമ്മൾ പരിശുദ്ധിയായ മാതാവ് വഴി സർവശക്തനായ ദൈവത്തോട് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജപമാലയിൽ പ്രാർത്ഥിക്കുന്നത്. 1, ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 2, ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇപ്പോഴും അപേക്ഷിക്കണമേ എന്ന് വെച്ചാൽ ആ പ്രാർത്ഥന ചൊല്ലുന്ന നിമിഷത്തേക്ക് മാത്രം എന്ന് അല്ല, നമ്മുടെ ഈ ലോക ജീവിതകാലത്ത് എന്നാണ് അർത്ഥം. ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഈ ലോക ജീവിതകാലത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിന്നെ ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ ലോക ജീവിതകാലത്തും മരണസമയത്തും നമ്മളെ സഹായിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് മറിയം. അതുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥത നമ്മൾ തേടുകയാണ്. ശലോമിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ റോസറി വാറിൽ ഇവിടെ പറയപ്പെട്ടതുപോലെ 73 ലക്ഷത്തിൽ അധികം ജപമാലകൾ ചൊല്ലി. ഇപ്പം ഞാൻ ഒന്ന് കണക്ക് കൂട്ടി നോക്കി. ഒരു ജപമാലയിൽ 53 തവണ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമ്മൾ ചൊല്ലുന്നുണ്ട്. ഇപ്പം ഞാൻ ഗുണിച്ചു നോക്കി. റോസറി വാറിൻ്റെ ഭാഗമായി ചൊല്ലിയ 73,218 ജപമാലയെ 53 കൊണ്ട് ഞാൻ ഗുണിച്ചപ്പോൾ കിട്ടിയ സംഖ്യ 38,69,11,584 എന്ന് വെച്ചാൽ 38,69,11,554 പ്രാവശ്യം ഈ ജപമാല യുദ്ധത്തിൽ പങ്കെടുത്തവർ 2 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ 2ഉം നേടിത്തരാൻ കഴിവുള്ള വ്യക്തിയാണ് മാതാവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ മാതാവ് വഴി അങ്ങനെ ചൊല്ലിയത്. നമ്മളൊരു കാര്യം കൂടി ഓർക്കുക, നമ്മൾ വിശ്വാസത്തിൻ്റെ മേഖലയിലും വിശുദ്ധിയുടെ മേഖലയിലും അത്ര ഉന്നതരൊന്നുമല്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നതിനും ഒരു പരിധിയുണ്ട്. എന്നാൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും വിശുദ്ധിയുടെ കാര്യത്തിലും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പരിശുദ്ധ മറിയം നമ്മുടെ പ്രാർത്ഥനകളോടുകൂടി പ്രാർത്ഥിച്ച് അതിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അത് ശക്തമായ പ്രാർത്ഥനയായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന മാതാവ് വഴി ഈശോയ്ക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. ഈ ചാപ്പലിൻ്റെ പുറകിൽ നിന്നും ജപമാലയും ആ പ്രാർത്ഥന സന്ദേശവും അഥവാ പ്രാർത്ഥന ചൊല്ലിയ ആ ബൊക്കയും ഇപ്പോൾ ഇവിടെ കൊണ്ടുവരികയും നമ്മൾ മാതാവിൻ്റെ കഴുത്തിൽ ജപമാല ഇട്ട് ഒരു സമർപ്പണ പ്രാർത്ഥന ചൊല്ലി ആ പ്രാർത്ഥനകളെല്ലാം ഇവിടെ സമർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ജപമാല ചൊല്ലിയ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ അത് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അടുത്തുനിന്ന് എങ്ങനെ ഇവിടെ നിന്ന് അത് ചെയ്യാമായിരുന്നോ അതേ മനോഭാവത്തോടു കൂടി നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെയായിരുന്നു കൊണ്ട് ആ കർമ്മത്തിൽ പങ്കുചേരണമെന്ന് അപേക്ഷിക്കുന്നു. പ്രദക്ഷിണമായിട്ട് വന്ന് ജപമാല മാതാവിൻ്റെ കഴുത്തിൽ ഇട്ട ശേഷം നമ്മൾ ആ സമർപ്പണ പ്രാർത്ഥന ചൊല്ലും. ഞാൻ ചൊല്ലിത്തരുമ്പോൾ നമ്മളെല്ലാവരും കൂടി ആ പ്രാർത്ഥന ഏറ്റുചൊല്ലിയായിരിക്കും പ്രാർത്ഥിക്കുക. ഇത് വെച്ചാൽ
വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും ഈ ചൊല്ലിയ ജപമാലകളെല്ലാം മാതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കുകയായിരിക്കും. നമ്മളിപ്പോൾ ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. മാതാവിൻ്റെ വലിയ മധ്യസ്ഥത തേടിക്കൊണ്ട് ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കത് വിശ്വാസത്തോടെ സന്തോഷത്തോടെ ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. മാതാവ് നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ജപമാല കയ്യിലുള്ളവർ അതെടുത്ത് പിടിക്കുന്നു. ഭവനങ്ങളിലും സന്യാസ ഭവനങ്ങളിലുമൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർക്കും എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. ജപമാല കയ്യിൽ എടുത്ത് പിടിക്കാം. നിങ്ങളുടെ ഒരു കൈയോ അല്ലെങ്കിൽ രണ്ട് കൈകളോ മാതാവിൻ്റെ സന്നിധിയിലേക്ക് സാധിക്കുമെങ്കിൽ നീട്ടിപ്പിടിക്കുന്നു. കാരണം നമ്മളെല്ലാവരും ചേർന്നിട്ടാണ് ഈ സമർപ്പണം നടത്തുന്നത്. പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധ ദൈവമാതാവേ, ജപമാലയിലൂടെ ഞങ്ങൾ നടത്തിയ ഈ ആത്മീയ പോരാട്ടത്തിൽ പങ്കുചേർന്ന സർവരോടുമൊപ്പം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജപമാല ഭക്തിക്കായി തിരുസഭ വേർതിരിച്ച ഈ ഒക്ടോബർ
ഒക്ടോബർ മാസത്തിൽ ശാലോം നൽകിയ ആഹ്വാനം സ്വീകരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരുന്നുകൊണ്ട് അനേകായിരങ്ങൾ അർപ്പിച്ച 73,218 ജപമാലകളും ഞങ്ങൾ അവിടുത്തെ പക്കലേക്ക് ഉയർത്തുന്നു. ലോക സമാധാനത്തിനും ധാർമ്മിക തകർച്ചയിൽ നിന്നുള്ള രക്ഷയ്ക്കും തിരുസഭയുടെ നവീകരണത്തിനും മറ്റു നിരവധി നിയോഗങ്ങളോടൊപ്പം ഞങ്ങൾ ചൊല്ലിയ ജപമാലകളെ അങ്ങ് സ്വീകരിക്കണമേ. ലോകത്തിലും സഭയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനായി ഞങ്ങൾ അമ്മയുടെ മധ്യസ്ഥം തേടുന്നു. കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്നും ഞങ്ങൾ ഉയർത്തുന്ന നെടുവീർപ്പുകൾ അങ്ങ് കാണണമേ. ശലോമിനോട് ചേർന്ന് 73,218 ജപമാലകൾ ചൊല്ലിയ വ്യക്തികളെയും കുടുംബങ്ങളെയും സന്യാസ സമൂഹങ്ങളെയും അങ്ങ് പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി വല്ലഭത്വമുള്ള കന്യകയെ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങളുടെ നിയോഗങ്ങൾക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാലും ആമേൻ. അല്പസമയം നിശബ്ദതയിൽ മാതാവിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങളെല്ലാവർക്കും വേണ്ടി ഈ പ്രാർത്ഥന മഞ്ചരി മാതാവിന് സമർപ്പിക്കുന്നു. ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ. നമ്മൾ അർപ്പിച്ച ജപമാലകൾ പരിശുദ്ധ മാതാവ് വഴി നമ്മൾ ഈശോയ്ക്ക് സമർപ്പിച്ചു. മാതാവ് പ്രാർത്ഥനകൾ സ്വീകരിച്ച് അവയോട് ചേർന്ന് മാതാവിൻ്റെ മധ്യസ്ഥത കൂടി ചേർത്ത് കർത്താവിന് സമർപ്പിച്ചുവെന്ന് നമുക്ക് വിശ്വസിക്കാം. ആ പ്രാർത്ഥന സ്വീകരിച്ച് ഈ പ്രാർത്ഥനകൾ ചൊല്ലിയ വ്യക്തികളെയും കുടുംബങ്ങളെയും സഭയെയും ലോകം മുഴുവനെയും കർത്താവ് അനുഗ്രഹിക്കാൻ പോകുന്നത് നമുക്ക് വിശ്വാസത്തിൽ കാണാം. ഈ സമർപ്പണം മുതൽ ലോകം മാറാൻ തുടങ്ങും. സഭയിൽ മാറ്റങ്ങളുണ്ടാകും, കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും മാറ്റങ്ങളുണ്ടാകും, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഓ കർത്താവേ, ഞങ്ങളത് വിശ്വസിച്ചേറ്റു പറയുന്നു. വലിയ വിശ്വാസത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, ലോകത്തോടുള്ള സ്നേഹത്തോടു കൂടി അനേകായിരങ്ങൾ അർപ്പിച്ച മാതാവ് വഴി അങ്ങേക്ക് സമർപ്പിച്ച പ്രാർത്ഥനകൾ അവിടുന്ന് തള്ളിക്കളയുകയില്ല എന്ന് സത്യമായി ഞങ്ങൾ വിശ്വസിച്ച് അങ്ങയോട് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയായിരിക്കുന്ന അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ രണ്ട് കരങ്ങളും ഒന്ന് ദൈവസന്നിധിയിൽ ഉയർത്താം. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് ഒന്നുകൂടി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഓ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ രക്ഷകനും നാഥനും ദൈവവുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. അങ്ങാണ് ഞങ്ങളുടെ രക്ഷകനും നാഥനും ദൈവവും.
അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല. അങ്ങേ പോലെ ശക്തനായ ഒരു ദൈവം ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. രക്ഷിക്കുവാനുള്ള അവിടുത്തെ കഴിവ് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അവിടുത്തെ കരമുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് ഗലീലിയ തടാകത്തിൽ മുഖം താഴുകയായിരുന്ന അപ്പോസ്തലന്മാരെ രക്ഷിച്ചതുപോലെ കർത്താവേ, രോഗത്തിലും പ്രതിസന്ധിയിലും സാമ്പത്തിക തകർച്ചയിലും കുടുംബ പ്രശ്നത്തിലും കോവിഡ് പ്രതിസന്ധിയിലും ഒക്കെ മുഖം താഴുകൊണ്ടിരിക്കുന്ന രോഗത്തെയും രാജ്യങ്ങളെയും സ്ഥാപനങ്ങളെയും കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് രക്ഷിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു തുടക്കം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ ഐശ്വര്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭ ഉണരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന നെടുവേർപ്പ് കണ്ണുനീരും അടങ്ങിയ പ്രാർത്ഥനകൾ അവിടുന്ന് സ്വീകരിക്കണമേ. ഒരുപക്ഷെ നിന്നോടൊരു വാക്ക് പറയാൻ പോലും വയ്യാത്ത വിധം മനസ്സ് തകർന്നവര് ഒരുപക്ഷെ നെടുവേർപ്പുകളായിട്ടായിരിക്കും നിന്നോട് പ്രാർത്ഥിക്കുന്നത്. ഓ കർത്താവേ, നെടുവേർപ്പുകളെ പ്രാർത്ഥനകളായി നീ സ്വീകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നിന്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു സർവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാപന ആശീർവാദത്തിലേക്ക് നമുക്ക് പോകാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. ജീവൻ നൽകുമോരപ്പം നീ മർത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. ദിവ്യ ശരീരം മാനവനായി നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ. ദിവ്യമീണത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകും
നീ നിത്യമഹോന്നതമാം പൊന്നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ആശീർവദിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. മനനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ നാഥാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ.
മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ശാലോമിന്റെ നേതൃത്വം നമ്മോട് വെളിപ്പെടുത്തിയതുപോലെ ഈ ആത്മീയ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. കർത്താവിന്റെ മഹത്വം സഭയിലും ലോകത്തിലും വെളിപ്പെട്ട് കാണുന്നതുവരെ ഈ ഒരു മാസക്കാലം നമ്മൾ ആത്മാർത്ഥമായി പങ്കെടുത്ത പ്രാർത്ഥനാ യുദ്ധത്തിന്റെ അതേ ചൈതന്യത്തിൽ നാം മുന്നോട്ടു പോകണം. ആവേ മരിയ. வாழ்க 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 மரியே, வாழ்க 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 மரியே. நீர் சொர்க்கராஜ்யம் வருமானாய், நாட்டிடையனே பெற்ற மாதாவே வாழ்க. வாழ்க 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 மரியே, வாழ்க 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 மரியே. നേർവഴി തന്നെ ഇന്നും വരുവാനായി നീ കനിഞ്ഞിടും. வாழ்க 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 മറിയേ, வாழ்க 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 മറിയേ. வாழ்க 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 மரியே, வாழ்க 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 மரியே. நீர் சொர்க்கராஜ்யம் வருமானாய், நாட்டிடையனே பெற்ற மாதாவே வாழ்க. வாழ்க 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 மரியே, வாழ்க 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 மரியே. നേർവഴി തന്നെ ഇന്നും വരുവാനായി നീ കനിഞ്ഞിടും. வாழ்க 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 മറിയേ, வாழ்க 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 மரியே.